വരുന്ന പലരുടെയും കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേൾക്കുന്ന പേര് പി കെ ശശിയുടേതാണ്. പി കെ ശശിയുമായി അങ്ങ് ചർച്ച നടത്തിയിട്ടുണ്ട്? ഇല്ലില്ല, ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഒരാളും കുഞ്ഞാലിക്കുട്ടിയും കണ്ടു എന്നുള്ള വാർത്ത അല്ലല്ല, ചർച്ചയൊന്നും നടത്തിയില്ല. പൊളിറ്റിക്കലായിട്ട് ചർച്ച നടത്തില്ല. ഞങ്ങൾ പറയും വ്യക്തികളല്ല, വ്യക്തികളൊക്കെ ഒരുപാട് പേര്. ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്ന മകനെ പോലെ അദ്ദേഹം സ്നേഹിച്ചിരുന്ന സുരേഷ് ഞാനോട് സംസാരിച്ചു, എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ പറഞ്ഞു സന്തോഷം, നമ്മുടെ ഒരു ലൈനിലോട് ചേർന്ന്. ഇപ്പോൾ അസ്കർ RSPയിൽ ചേർന്നു. അപ്പുറത്തെ ഇടതുപക്ഷത്തിൻ്റെ വക്താവായിരുന്ന ഒരാളാണ്. ധാരാളം പേര് അങ്ങനെ വ്യക്തികളെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതിന് കാരണം അങ്ങ് നിലപാട് എന്നൊരു കാര്യം പറഞ്ഞല്ലോ. ആ നിലപാട് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടുള്ളൊരു നിലപാട് കണിശമായി എടുത്തതാണ്, അങ്ങ് പ്രത്യേകിച്ച് സ്വയം എടുത്തതാണ്. അപ്പോൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ പാർട്ടി കോടതി അന്വേഷിച്ചു, പാർട്ടി നിലപാടെടുത്തു, പാർട്ടി ആ സ്ത്രീക്കൊപ്പം നിന്നില്ല എന്നത് എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു കാര്യമാണ്. തീവ്രത കുറഞ്ഞ പീഡനമെന്ന ചില നേതാക്കൾ പറഞ്ഞതിനെ തന്നെ എടുത്ത് ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഏത് രൂപത്തിലാണെങ്കിലും, കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDFിലേക്കോ ഏത് രൂപത്തിലെടുക്കുകയാണെങ്കിലും അത് വെള്ളം ചേർക്കലാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഏത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം. അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്കാരനാണ്. മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന് പറയുന്ന ഒരാളോട് നമുക്കെന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി പിതൃതുല്യനായിട്ടുള്ള ഒരാളാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അപ്പം നമുക്ക് അത്തരം ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ അത്തരം ചർച്ചകൾ വരുന്ന സമയത്ത് സ്മൃതി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിക്കും, നമ്മൾ ഗൗരവത്തോട് പരിഗണിക്കും. അതൊക്കെ നമ്മുടെ പൊസിഷനിങ് ആണ്. ഓരോ കാര്യങ്ങളിലുള്ള നമ്മുടെ പൊസിഷനിങ് ആണ്. അയാളുടെ പശ്ചാത്തലം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്.